تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ഏറെ ആദരണീയരായ സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും അല്ലാഹു നമുക്ക് കനിഞ്ഞ് അരുളി നമ്മെ ഓരോരുത്തരെയും അവന്റെ നിഅമത്തിന്റെ അവന്റെ അനുഗ്രഹത്തിന്റെ കടാക്ഷത്തിൽ നമ്മെ എല്ലാ നിലക്കും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂറത്തുൽ അൻആമിന്റെ 81ാമത് ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങി വെച്ച 150ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്ന് സംസാരിച്ച് തുടങ്ങാനുള്ളത്. നമ്മൾ അന്ന് പറഞ്ഞു 10 കൽപ്പനകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് 150, 51, 52 ആയത്തുകൾ എന്ന്. എന്താണ് ആ 10 കൽപ്പനകൾ എന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ട് മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ ചെറിയൊരു വിശദീകരണത്തിലൂടെ പോകാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ പല നിലക്കും അവർക്കിഷ്ടമുള്ളതൊക്കെ തടയുകയും വിലക്കുകയും അനുവദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഹറാമാണ്, ഇതൊക്കെ ഹലാലാണ് എന്ന് പറയാനുള്ള നിങ്ങളുടെ തെളിവുകൾ എന്താണ്? അതിന് ഉപോത്ബലകമായ എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉദ്ധരിക്കാനുണ്ടോ? വേദഗ്രന്ഥങ്ങളിൽ നിന്നുണ്ടോ? മറ്റേതെങ്കിലും അടിസ്ഥാനപരമായി നിങ്ങളെ അള്ളാഹു പഠിപ്പിച്ചു തന്ന, നിങ്ങളുടെ സ്രഷ്ടാവ് പഠിപ്പിച്ചു തന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു ചോദിച്ചത്. ജീവിതത്തിന് അടിസ്ഥാനം നൽകുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് വിലക്കപ്പെട്ടതൊന്നും ഞങ്ങൾ കണ്ടെത്തുന്നില്ല എന്നാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചത്. വിലക്കപ്പെട്ട പല കാര്യങ്ങളെ സംബന്ധിച്ച് എന്നാൽ ഇവിടെ അള്ളാഹു എടുത്തു പറയുകയാണ്, ഈ കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയമായ ഭക്ഷണമാണ് ഇവിടെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ, നേടാൻ അഥവാ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളാനാണ് നിങ്ങൾക്ക് സാധിക്കുക.
എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആയത്തുകളുടെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും പ്രവേശിച്ചാൽ നമുക്ക് കാണാം, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, പറയുക നിങ്ങൾ വരൂ, തആലൂ നിങ്ങൾ വരൂ. വരൂ എന്ന് പറയുമ്പോ എന്ന വാക്കിന് കേവലമായ ഒരു സമീപനമല്ല, കേവലമായ ഒരു വിളിയല്ല വിളിച്ചിരിക്കുന്നത്. അള്ളാഹുവാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ വരൂ എന്ന് അവരെ വിളിക്കുകയാണ്. അവരോട് വിളിച്ചു പറയുന്ന കാര്യം അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്താണ് ഹറാമാക്കിയത് എന്ന് അത്ലു, ഞാൻ തിലാവത്ത് നടത്തിത്തരാം, ഞാൻ ഓതിത്തരാം. ഓതിക്കൊടുക്കുമ്പോ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. അവരുടെ മുമ്പിലുമുണ്ട് അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അതേ കാലക്കാർ നിലനിർത്തിപ്പോരുന്ന അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് പാരായണം ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കൃത്യമായി ഓതിത്തരാം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, കുറെ തവണ ഓതിക്കൊടുക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, വളരെ വിശദമായ നിലക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്താണത്? അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ, ഒന്ന്, അള്ളാഹുവിനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. രണ്ട്, വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മൂന്ന്, വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ, ദാരിദ്ര്യം കാരണമായി സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. നഹ്നു നർസുഖുക്കും വഇയ്യാഹും, നിങ്ങളെയും അവരെയും ഭക്ഷിപ്പിക്കുന്നത് നമ്മളാണ്. നാല്, വലാ തഖ്റബുൽ ഫവാഹിഷ, മ്ലേച്ഛമായ നീചവൃത്തികളെ നിങ്ങൾ സമീപിക്കരുത്. മാ ലഹറ മിൻഹാ വമാ ബത്തൻ, അതിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും. അഞ്ച്, വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, നിങ്ങൾ ഒരു നഫ്സിനെ, ഒരു ജീവനെ നിങ്ങൾ കൊന്നുകളയരുത്. അള്ളാഹു പരിപാവനമാക്കിയതാണ് ആ ജീവൻ, അതിനെ നിങ്ങൾ കൊന്നുകളയരുത്. ഇങ്ങനെ 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നു. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യന് അവന് ഏറ്റവും കൂടുതൽ ബാധ്യത ഉള്ളത് ആരോടാണ്? അവർക്ക് ഏറ്റവും കൂടുതൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് അള്ളാഹുവിനോടുള്ള അവന്റെ ബാധ്യതകൾ നിർവഹിക്കുക. പാപങ്ങളിൽ വെച്ച് ഏറ്റവും വമ്പിച്ച അള്ളാഹുവിന്റെ കോപശാപങ്ങൾക്ക് വിധേയമാകുന്നതുമായ കുറ്റമായ ശിർക്കിൽ നിന്ന് മനുഷ്യൻ വിട്ടുനിൽക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതല്ലേ മനുഷ്യ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള മനുഷ്യന്റെ ബാധ്യത. മനുഷ്യന്റെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനോടുള്ള പരമപ്രധാനമായ ബാധ്യത കഴിഞ്ഞാൽ പിന്നെ അവൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാമോ? അവന് ജന്മം നൽകിയ, അവനെ പരിപാലിച്ചു വരുന്ന, അവന്റെ കാണപ്പെടുന്ന റബ്ബായ, റബ്ബൻ എന്ന് പറഞ്ഞ രക്ഷിതാവ് എന്നാണല്ലോ, അവന്റെ രക്ഷിതാവായ എന്ന് പറഞ്ഞാൽ അവന് അന്നം നൽകുന്ന, അവനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഓരോന്നും, ഭൗതിക സാഹചര്യങ്ങൾ ഓരോന്നും തന്നെ അവന് നൽകിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോടുള്ള കടമയാണത്. ഇത് ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണല്ലോ. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് മക്കളെ പിന്നെ മാതാപിതാക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യമാണ് പിന്നെ സൂചിപ്പിക്കാനുള്ളത്. അതെന്താ? നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുമ്പോ ദാരിദ്ര്യം ഭയന്നുകൊണ്ട്
ഭാവി ഓർത്തുകൊണ്ട് എങ്ങനെ ഈ മക്കളെ വളർത്തും എന്നോർത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടോ നിങ്ങൾ സ്വന്തം മക്കളെ കൊന്നു കളയരുത് കേട്ടോ. ആ മക്കളുടെ കാര്യമാണ് പിന്നെ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ പറയാനുള്ളത് നീചവൃത്തികൾ, നികൃഷ്ടമായ കാര്യങ്ങൾ, തെറ്റായ വിഷയങ്ങൾ പലതും ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ. അത് ഒഴിവാക്കണം എന്നാണ്. അങ്ങനെ അതിന്റെ മുമ്പ് അള്ളാഹു സൂചിപ്പിച്ചത് പൊതുവായ നിലക്ക് മനുഷ്യരോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം എന്നിങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ആയത്തായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കേണ്ട. ആയത്തൊന്നും കൂടെ നോക്കൂ. 5 കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു അവസാനിപ്പിച്ചത് ദാലിക്കും വസ്വാക്കും, അള്ളാഹു നിങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യാണ് കേട്ടോ, നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണ് കേട്ടോ. അപ്പോ ഇവിടെ അള്ളാഹു അത് ഹറാമാക്കിയിരിക്കുന്നു ഇത് ഹറാമാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം കെട്ടിച്ചമച്ച് പറയാനൊന്നും നിൽക്കേണ്ടതില്ല. എന്താണ് തന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് എന്നോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് വിരോധിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്നിങ്ങനെ വളരെ വ്യക്തമായിട്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ നമ്മൾ കണ്ടു, ലാ തുശ്രിക്കു, ലാ തഖ്തുലു, ലാ തഖ്റബു, ലാ തഖ്തുലു, ഇങ്ങനെയാണല്ലോ ആയത്തിൽ വന്നത്. 4 ഭാഗങ്ങളിൽ ലാ 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 ഇല്ല, ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ വിഷയം പറഞ്ഞപ്പോ ലാ എന്ന സംഗതി അല്ല പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് ദ്രോഹം ചെയ്യരുത് എന്നല്ല, അവരോട് അനുസരണക്കേട് കാണിക്കരുത് എന്നല്ല, അവരെ നോക്കാതിരിക്കരുത് എന്നല്ല, അവർക്ക് ഇഹ്സാൻ, നന്മ ചെയ്യണം എന്ന കൽപ്പനയാണ് അള്ളാഹുവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റേത് അങ്ങനെ ആകുമ്പോ അതിന്റെ വിപരീതം എന്തായിരിക്കും? അത് വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ്. അത് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ അത്രയും അപകടകരമായ ഒരു സംഗതി എന്നുള്ള നിലക്കല്ലേ നമ്മൾ അതിനെ കാണേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതാണ് ഈ 5 കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഇത് ഓരോന്നും എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണുക. അടുത്ത ആയത്തിൽ ഉള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന്റെ മുമ്പ് ഈ പറഞ്ഞ 5 കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. അതിന്റെ മുമ്പും ഇവിടെ അള്ളാഹു തആലു, നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വിളിക്കുന്നത്. മനുഷ്യൻ അവന്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ നിയമനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുതലാളിത്തവും മാർക്സിസവും ഭൗതിക നേട്ടത്തിനായി നിയമനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ശേഷം അവരുടെ നിയമനിർമ്മാണങ്ങൾ ഭേദഗതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓരോ കാലഘട്ടത്തിലും ജീവിച്ച ആളുകളുടെ ബുദ്ധിയും അവരുടെ അറിവും കഴിവും സാഹചര്യങ്ങളും ഒക്കെ, സാമൂഹികമായ സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ടാണ് നിയമങ്ങൾ അവിടെ ഉണ്ടാക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ അള്ളാഹു നമുക്ക് ഓതിത്തരുന്ന ഹറമ റബ്ബുക്കും അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് എത്ര കാലം ചെന്നാലും ഒരു മാറ്റവും ഉണ്ടാവില്ല. അതെന്നും ഹറാമ് തന്നെയാണ്, എന്നും പാടില്ലാത്ത വിഷയങ്ങൾ തന്നെയാണ്. ആ നിലക്ക് നിങ്ങൾ ചിന്തിച്ച് ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായി ഞാൻ ഓതി കേൾപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ മാറ്റം ഉണ്ടാവില്ല. നിങ്ങളെ ഓതി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും പിന്നീട് മാറ്റം വരാത്ത വിധത്തിൽ നിങ്ങളുടെ മനസ്സിൽ പതിയേണ്ട വിഷയം എന്നുള്ള നിലക്ക് നിങ്ങളെ ഒരു ചെറിയ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളെ കൃത്യമായി നമ്മൾ ഓതി പഠിപ്പിച്ചു തരികയാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. കാലദേശ വ്യത്യാസമില്ലാതെ വേദഗ്രന്ഥങ്ങൾ മുഖേന മനുഷ്യ സമുദായത്തിന് മേൽ അള്ളാഹു നിഷിദ്ധവും നിർബന്ധവുമാക്കി കൽപ്പിച്ചു വന്നിട്ടുള്ള മൂലപ്രധാനങ്ങളായ ശാസനകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ അള്ളാഹു വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇനി ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ്
പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറയാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ മുഴുവനും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒട്ടിയടക്കപ്പെടുകയാണ്. ആ നിലക്ക് നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത്. ഒന്നാമത്തെ വിഷയം വളരെ ഗൗരവമുള്ളതാണ്, നമ്മൾ പഠിച്ചു പോയതാണ്. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ. ഏറ്റവും പ്രധാനം ഇതാണ് കേട്ടോ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബാ വൽയതാമാ വൽമസാകീനി വൽജാരി ദിൽ ഖുർബാ വൽജാരിൽ ജുനുബ് വസ്സാഹിബ് ബിൽ ജംബ് വബിനിസ് സബീൽ വമാ മലക്കത് അയ്മാനുക്കും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ എന്ന് സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞതുപോലെ അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം കേട്ടോ. വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അല്ലാഹുവിനെ നിങ്ങൾ ഒന്നുകൊണ്ടും ശിർക്ക് ചെയ്യരുത് കേട്ടോ, പങ്കു ചേർക്കരുത് കേട്ടോ. ആ ആയത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്ന് കൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ശിർക്ക് ചെയ്യരുത് എന്ന് ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇവിടെ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. ഏറ്റവും പ്രധാനം എന്താ? അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അള്ളാഹുവിനോട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. എവിടെയാണ് ശിർക്ക് വരുന്നത്? ഇബാദത്തുകളിലാണ്, ആരാധനകളാണ് ശിർക്ക് വരുന്നത്. അതുകൊണ്ടാണ് വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ഷൈഅൻ. എന്താണ് ഇബാദത്ത്? അള്ളാഹുവിന് നൽകേണ്ട, അള്ളാഹുവിന്റെ സത്തയിലോ പ്രവൃത്തിയിലോ ഗുണവിശേഷങ്ങളിലോ നാശനങ്ങളിലോ അധികാരാവകാശങ്ങളിലോ അവന് സമന്മാരെയോ പങ്കുകാരെയോ ഏർപ്പെടുത്തുമാറുള്ള എല്ലാ വിശ്വാസാചാരാനുഷ്ഠാനങ്ങളും, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, എങ്ങനെ ആയിരുന്നാലും അള്ളാഹുവിന്റെ സിഫത്തിലോ അവന്റെ ദാത്തിലോ അവന്റെ സിഫാത്തിലോ ഏതിൽ വന്നാലും എങ്ങനെ സംഭവിച്ചാലും അള്ളാഹു അല്ലാത്തവരോടുള്ള ആരാധനകൾ അത് എങ്ങനെയായിരുന്നാലും ശിർക്കിൽപ്പെടുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ പഠിച്ചറിഞ്ഞ വിഷയമായതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ അവിടെയും രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം കേട്ടോ. പിന്നെ ആ ഇഹ്സാനിനെ സംബന്ധിച്ച് ആ ആയത്തിൽ കുറെ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ സന്ദർഭമല്ല. വബിദിൽ ഖുർബ, നിങ്ങളുടെ അടുത്ത ബന്ധുവിന്, വൽയതാമ, യതീമിന്, വൽ മസാക്കീൻ, മിസ്കീനായ ആളുകൾക്ക്, വൽജാരി ദിൽ ഖുർബ, നിങ്ങളുടെ കുടുംബ ബന്ധമുള്ള അയൽവാസിക്ക്, വൽജാരിൽ ജുനുബ്, നിങ്ങൾക്ക് കുടുംബ ബന്ധമില്ലാത്ത നിങ്ങളുടെ അയൽവാസിക്കും, വസാഹിബ് ബിൽ ജംബ്, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി കഴിയുന്ന ആളുകൾക്ക്, വബിനിസ് സബീൽ, യാത്രക്കാർക്ക്, വമാ മലക്കത് അയ്മാനുക്കും, അതേപോലെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒക്കെ നിങ്ങൾ നന്മ ചെയ്യണമെന്ന് അവിടെ വിശദീകരിക്കുന്നതിന്റെ ആ ഭാഗങ്ങളിൽ പറഞ്ഞപ്പോ ഒക്കെ തന്നെ ഒന്നാമതായി പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കണമെന്നും രണ്ടാമതായി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നും തന്നെയാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ മാതാപിതാക്കളെ ഉഖൂഖുൽ വാലിദൈൻ എന്നാണ് പറയുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രധാനപ്പെട്ട പാപങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഒരു സന്ദർഭത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂൽ പറഞ്ഞു ശിർക്കാണ്, രണ്ടാമത് പറഞ്ഞു മാതാപിതാക്കളെ ദ്രോഹിക്കലാണ് എന്ന് പറഞ്ഞു, മൂന്നാമത് അവിടെ ഖൗല സൂറിനെ സംബന്ധിച്ച്, കള്ളസാക്ഷ്യം വഹിക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെടുത്തും രണ്ടാമതായി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടവനെ സംബന്ധിച്ച് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മനുഷ്യന്റെ ഉത്ഭവത്തിന് കാരണക്കാർ, അവനെ തീറ്റിപ്പോറ്റി വളർത്തുന്നവർ, അവന്റെ കൈകാര്യങ്ങൾ നടത്തിപ്പോരുകയും ചെയ്യുന്ന ആളുകളാണല്ലോ മാതാപിതാക്കൾ. അതുകൊണ്ട് സ്രഷ്ടാവായ അള്ളാഹു, അന്നദാതാവായ അള്ളാഹു, പടച്ചവന്റെ നിയന്ത്രണത്തിലാണ് മനുഷ്യരുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോ തന്നെ ആ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജന്മം നൽകി അവന്റെ മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളെ മറന്നുകൊണ്ട്, അവരെ ധിക്കരിച്ചുകൊണ്ട്, അവരോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന കാര്യമാണ്. ശിർക്ക് ചെയ്യരുത് എന്ന്, അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ തെറ്റായ ശിർക്കിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോടുള്ള കടമക്ക് അള്ളാഹു എന്തുമാത്രം സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ
പഠിച്ചറിഞ്ഞ വിഷയങ്ങളാണല്ലോ. മാതാപിതാക്കളെ പറ്റി മക്കൾക്ക് എന്തു തന്നെ വിമർശനങ്ങൾ ഉണ്ടായാലും, അവ എത്ര തന്നെ ഗൗരവപ്പെട്ടതായിരുന്നാലും, അവരോടുള്ള പെരുമാറ്റവും മാന്യവും സ്നേഹവുമായിരിക്കുവാനേ പാടുള്ളൂ എന്നല്ലേ ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അള്ളാഹു നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് ആ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ എന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്, കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. വേറൊരു ഹദീസാണ് കേട്ടോ. പിന്നെ ഏതാണ് എന്ന് ഞാൻ ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നാണ്. പിന്നെ ഏതാണെന്ന് ചോദിച്ചു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുക എന്നാണ്. അപ്പൊ പല വിധത്തിലുള്ള വിശദീകരണങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമ്പോഴും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പറയുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ പറയുന്ന ഒരു വിഷയമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളത്. ഇവിടെ നമസ്കാരത്തെ പറ്റി പറഞ്ഞു, രണ്ടാമത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. നമസ്കാരം കൊണ്ട് മാത്രം സ്വർഗത്ത് പോകാൻ പറ്റുന്നു മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടതില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന, അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന, സദാ അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നമസ്കാരം അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഉള്ളത് അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രധാനപ്പെട്ടതെന്നറിയോ? മക്കളുടെ വിഷയമാണ്. മാതാപിതാക്കളുടെ സംബന്ധിച്ച് പരാമർശിച്ചതിന് ശേഷം പിന്നെ മക്കളെ പറ്റി പറഞ്ഞു പോവുകയാണ്. ഇത് സംബന്ധമായി കഴിഞ്ഞ ആയത്തുകളിൽ കുറെ പ്രാവശ്യം വന്ന ഒരു സംഗതിയാണ്. മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് ഒരു മഹാപാപാണല്ലോ. അടുത്ത ആയത്തിൽ അടുത്ത ഭാഗത്ത് വരുന്നുണ്ടല്ലോ. അത് സ്വന്തം മക്കളെയാകുമ്പോ അതിന്റെ ക്രൂരത കൂടുകയാണ്. അതുകൊണ്ടാണ് കൊലയെ സംബന്ധിച്ച് പറയുന്നതിന്റെ മുമ്പായി തന്നെ മക്കളെ സംബന്ധിച്ചുള്ള മക്കളെ കൊല്ലുക എന്ന വിഷയം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അത് ദാരിദ്ര്യഭയ നിമിത്തമാണെങ്കിലോ അവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ഒരു ഒരു പിന്നെ വികാരത്തിൽ നിന്ന് സംഭവിച്ചതാണെങ്കിലോ അതിന്റെ ഗൗരവം വീണ്ടും കൂടുകയാണ്. സകല ജീവികൾക്കും ആഹാരം നൽകുന്നത് അള്ളാഹു ആണ്. അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മിൻ ഇംലാഖിൻ, വേറെ ആയത്ത് സൂചിപ്പിച്ചതുപോലെ ഖശിയത്ത് ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത് എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ അവിടെ കാണുന്നു. ആ കാര്യവും നമ്മൾ നേരത്തെ ആയത്തുകളിലൊക്കെ വിശദീകരിച്ച് പോയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നിലവിലുള്ള ദാരിദ്ര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും സന്താന ഹത്യ ചെയ്യുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ മക്കൾ 1 മതി, അല്ലെങ്കിൽ 2 മതി, 3 മതി എന്നൊക്കെ നിജപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് പല ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളും മറ്റും മുന്നോട്ട് വന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണമെന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ഭയപ്പെട്ടുകൊണ്ടുള്ള ചില നിയമ നടപടികളായിരുന്നു എന്ന് നമുക്ക് അന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ നിലവിലുള്ള വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ തീറ്റിപ്പോറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതും അവർക്ക് റിസ്ക് നൽകുന്നതും നമ്മളാകുന്നു എന്ന കാര്യമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത്. മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ജീവിക്കാനുള്ള വകകൾ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും ഭാവിയിൽ നിങ്ങൾക്കുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ കൈക്കൊള്ളരുത് എന്നാണ്. അപ്പൊ മക്കളെ കൊല്ലുക എന്നുള്ളത്, ഔലാദക്കും നിങ്ങളുടെ കുട്ടികളെ കൊല്ലുക എന്നുള്ളത്, അത് സ്വന്തം ഗർഭത്തിൽ ജനിച്ച കുഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് ജനിച്ച മാതാപിതാക്കൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളാണെങ്കിലും അല്ല, ഈ സമൂഹത്തിലെ ഏത് കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ കൊല്ലുന്നതിനെ
വളരെ വലിയ പാപമായിട്ട് തന്നെയാണ് കാണേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് എന്നാണ്. പാപങ്ങളിൽ വെച്ച് ഏറ്റവും വമ്പിച്ചത് ഏതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ച മറ്റൊരു സന്ദർഭത്തിൽ, നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആയിരിക്കെ നീ അവന് സമന്മാരെ ഏർപ്പെടുത്തലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഏതാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോ, നീ നിന്റെ കുട്ടി നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിന് ഭയന്ന് നീ അവരെ കൊല്ല ചെയ്യലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഏതാണെന്ന് വീണ്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ അയൽക്കാരന്റെ സഹധർമ്മിണിയുമായി നീ സിനയിൽ ഏർപ്പെടലാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫഅൽ ദാലിക യൽഖ അസാമ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആയത്ത് ഓതുകയും ചെയ്തതിന് ശേഷം, അതിന് നമുക്കറിയാമല്ലോ, ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്ന ഒരു സംഗതിയാണല്ലോ അത്. അള്ളാഹുവിന്റെ കൂടെ വേറെ ആരോടും ദുആ ചെയ്യാത്തവർ, വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ഒരു നഫ്സിനെ, ഒരു ജീവനെ കൊന്നുകളയലുമാണ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഈ ആയത്താണ് അള്ളാഹു ഓതിയത്. പക്ഷെ അവിടെ അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പറഞ്ഞു കൊടുത്തത്, നീ നിന്റെ കുട്ടി നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിന് ഭയന്ന് നീ അതിനെ കൊല ചെയ്യലാണ്. സ്വന്തം കുട്ടികളാണെങ്കിലും മറ്റ് കുട്ടികളാണെങ്കിലും ഒക്കെ ആ കുട്ടികളെ കൊന്നുകളയുന്നത്, അത് പ്രത്യേകിച്ച് ദാരിദ്ര്യം ഭയന്നുകൊണ്ടാണ് കൊല്ലുന്നതെങ്കിൽ അതിന്റെ കുറ്റം കൂടുന്നു. എന്നാലും മക്കളുടെ കൊല്ലുന്നതിനെ വലിയ ബാധകമായിട്ട് ഇസ്ലാം ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അടുത്ത നാലാമത്തെ വിഷയം, വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷത്തിലുള്ളതും പരോക്ഷത്തിലുള്ളതുമായ നീചവൃത്തികളെ സമീപിച്ചുകൂടാ. നീചവൃത്തികളുടെ മുൻപന്തിയിൽ വരുന്നത് സിനയാണ്. അതിന്റെ പിന്നീട് മോഷണം, മദ്യപാനം, ഇതൊക്കെ ആ ഫാഹിഷത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അത് പരസ്യമാണെങ്കിലോ രഹസ്യമായിട്ടാണെങ്കിലോ, പരസ്യമായിട്ടും രഹസ്യമായിട്ടും, അല്ലെങ്കിൽ തെളിഞ്ഞതെന്ന് ഒളിഞ്ഞതെന്ന് എന്നൊന്നും വ്യത്യാസമല്ല. ഫാഹിഷത്ത് ഏത് നിലക്കും അത് വർജിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ് ഖുർആൻ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ശരി, അഞ്ചാമത്തത്, വലാ തഖ്തുലു അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു നിഷിദ്ധമാക്കിയ ദേഹത്തെ കൊലപ്പെടുത്തരുത്. അവൻ പാവനത്വം കൽപ്പിച്ചിട്ടുള്ള ജീവനാണിത്. ഹറമ അല്ലാഹു, അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു പരിപാവനമാക്കിയിരിക്കുന്നു. ഹറാമാക്കി എന്ന വാക്കാണ് പരിപാവനമാക്കി എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അഥവാ പലതുകൊണ്ടും പല സംഗതികളും അതിനോട് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലക്ക് ഹറാമാക്കി വെച്ചിരിക്കുന്ന അഥവാ പരിപാവനമാക്കി വെച്ചിരിക്കുന്ന ഒരു ജീവനാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ആരായിരുന്നാലും എങ്ങനെയായിരുന്നാലും ആ ജീവനെ നിങ്ങൾ ഹനിക്കരുത്, കൊന്നുകളയരുത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വേറൊരു ഹദീസിൽ, അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുന്ന ഒരാളുടെ രക്തം മൂന്നിലൊരു കാര്യം കൊണ്ടല്ലാതെ അനുവദനീയമാവുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, അഥവാ കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ചിരിക്കുന്ന, അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കലിമ ചൊല്ലിയിട്ടുള്ള ഒരാളുടെ രക്തം, അയാളുടെ രക്തം അനുവദനീയമാകണമെങ്കിൽ മൂന്ന് കാരണങ്ങൾ അതിനാണ്. ആ മൂന്ന് കാരണങ്ങളാണ് അവിടെ വിശദീകരിക്കുന്നത്. ഒന്ന്, വിവാഹിതനാണെങ്കിൽ അവൻ സിന ചെയ്യുക. ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അവനെ കൊല്ലാവുന്നതാണ്. നമ്മൾ പറഞ്ഞു അത് ഭരണകൂടമാണ്, അല്ലെങ്കിൽ അതിന്റെ നിയമാധികാരികളാണ് ആ കാര്യം നടപ്പാക്കേണ്ടത് എന്ന്. മതം ഉപേക്ഷിച്ച് മുസ്ലിം സമുദായം വിട്ടുപോകുന്ന, മുർത്തദ്ദായി പോകുന്ന ആളുകളെയും, അതും തന്നെ അത് മതപരമായിട്ടുള്ള ഒരു നിയമം എന്നുള്ള നിലക്ക് ഒരു ഭരണാധികാരിക്ക് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്.
ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: മൂന്നിലൊരു കാര്യം കൊണ്ടല്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം അനുവദനീയമാകുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ വിവാഹിതനായ ദിന ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ എറിഞ്ഞു കൊല്ലപ്പെടും. കൽപ്പിച്ചു കൂട്ടി കൊല ചെയ്തവനും അവനും കൊല്ലപ്പെടേണ്ടവനാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും പോരാടുകയും ചെയ്ത മനുഷ്യനും അവനും ക്രൂശിക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ഒക്കെ ചെയ്യപ്പെടും എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യക്തമായ ചില കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെയും രക്തം ചിന്തിക്കൂടാ, അവൻ കൊല ചെയ്യപ്പെട്ടുകൂടാ എന്ന് ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുകയും ഏതൊരു ജീവനും അതിൻ്റെതായ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയാം. ആറാമത്തെ വിഷയം അടുത്ത ആയത്തിൽ വന്നിരിക്കുന്ന വലാ തഖ്റബൂ മാലൽ യതീം ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. അവസാനിപ്പിക്കാം. ഹത്താ യബ്ലുഗ അശുദ്ധഹു. പിന്നെ പറയാനുള്ള അടുത്ത ആയത്തിലെ ഒന്നാമതായിട്ടുള്ള കാര്യം അഥവാ ആറാമത്തെ വിഷയമായിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യത സംബന്ധിച്ച് പറഞ്ഞു, മാതാപിതാക്കളോടുള്ള ബാധ്യത സംബന്ധിച്ച് പറഞ്ഞു, മക്കളോടുള്ള കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു, അതേപോലെ ഏതൊരു ജീവനെയും കൊലപ്പെടുത്തുന്ന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ ഉള്ള ചില വിഷയങ്ങൾ, പിന്നെ മ്ലേച്ഛമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന കാര്യം പറഞ്ഞിട്ട് ഇനി ഇവിടെ പറയുന്നത് മാതാപിതാക്കൾ ഇല്ലാത്തവരെ സംബന്ധിച്ചാണ്, മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ആ മാതാപിതാക്കൾ അറുകൊല ചെയ്യുന്ന രാജാക്കന്മാരുണ്ട്. ആ മാതാപിതാക്കൾ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ടു പോകുന്ന മക്കളുണ്ട്. അവർ അനാഥരാണ്. പക്ഷേ അവരെ ഏറ്റെടുക്കേണ്ട ബാധ്യത സമൂഹത്തിലുണ്ട്. അങ്ങനെ അവരെ ഏറ്റെടുക്കുമ്പോൾ വലാ തഖ്റബൂ, നിങ്ങൾ സമീപിക്കരുത് ട്ടോ, മാലൽ യതീമി, യതീമിന്റെ സ്വത്തിനോട് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ സമീപിച്ചുകൂടാ എന്ന്. ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. യതീമിന്റെ മുതലിനോട് അടുക്കരുത് എന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്തു കൊടുത്തെങ്കിലേ ആ മക്കൾക്ക് അവരുടെ സമ്പത്ത് വളരുകയുള്ളൂ. നിങ്ങൾ നോക്കണം. അതിന് എല്ലാ നിലക്കുള്ള ശ്രദ്ധയും പരിചരണവും നൽകി ആ മക്കളുടെ സ്വത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യണം. ചെയ്യേണ്ട ആളുകൾ ചെയ്യണം. പക്ഷെ ചെയ്യുമ്പോ മാന്യമായ നിലക്ക് മാത്രമേ അതിനോട് ഇടപെടാൻ പാടുള്ളൂ. മാത്രല്ല, അവർക്ക് പ്രായപൂർത്തി എത്തുന്നത് വരേക്കും ആ അനാഥ കുട്ടികളുടെ ധനത്തെ നിങ്ങൾ നോക്കി വളർത്തുകയും തന്നെ ചെയ്യണം എന്ന കൽപ്പനയാണ് ഇവിടെയുള്ളത്. പക്ഷെ പറഞ്ഞിരിക്കുന്ന രൂപം അനാഥ കുട്ടികളെ നോക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സമ്പത്തിൽ നിന്ന് വല്ലതും എടുത്തുപയോഗിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അത് വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ്. അവരുടെ സമ്പത്ത് നിങ്ങളുമായി കൂട്ടിക്കുഴക്കുകയോ അവർക്ക് നഷ്ടം വരുത്തുകയോ അവരുടെ സമ്പത്ത് നിങ്ങൾ അവരുമായി അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ്. അനാഥയുടെ ധനം തിന്നരുതെന്നോ ആക്രമിക്കരുതെന്നോ പറയാതെ ഏറ്റവും നല്ല മാർഗത്തിലൂടെ മാത്രമേ ആ കാര്യത്തെ സമീപിക്കാവൂ എന്ന് അള്ളാഹു പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അനാഥയുടെ സ്വത്തിന് എന്തുമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു, ഏത് നിലക്കാണ് അനാഥയെ നമ്മൾ നോക്കേണ്ടത്, ആ അനാഥയെ നോക്കുന്നത് നമ്മുടെ ബാധ്യതയായിട്ട് മറ്റു സൂറകളിലൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് കൂട്ടത്തെ സൂചിപ്പിക്കുകയാണ്. യതീമിനോടുള്ള യതീമിനെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ 2 വിരലുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഒരേ അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞത് സ്വർഗത്തിൽ ഞാനും അവനും ഇപ്രകാരമായിരിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ യതീമിന്റെ സംരക്ഷണം എന്നത്, യതീമിനെ തീറ്റിപ്പോറ്റുക എന്നുള്ളത്, യതീമിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, യതീമിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ റസൂലിന്റെ തൊട്ടടുത്ത് സീറ്റ് കിട്ടാൻ മാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. പക്ഷെ വളരെ ശ്രദ്ധാപൂർവം വേണം ആ യതീമിന്റെ ഉള്ള സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്നാണല്ലോ സൂചിപ്പിച്ചത്. അടുത്ത വിഷയങ്ങളിലേക്ക് പോകാനുള്ള സമയമല്ല. ഇൻഷാ അല്ലാഹ്
ഈ സ്ലൈഡ് മുതൽച്ചാണ് നമ്മുടെ 7ാമത്തെ കാര്യം മുതൽക്കാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറഞ്ഞു തുടങ്ങാൻ. ഞാൻ ഒരിക്കലും ബാക്കിന്ന് അടുത്ത ആഴ്ച എടുക്കുന്നതല്ല. അപ്പൊ നിങ്ങൾ അതുവരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചകളിൽ പറയാം. വലിയ വിശദീകരണങ്ങൾ ആവശ്യമില്ല, പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ആയത്തുകളുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ചകളിൽ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് പറഞ്ഞതുമായ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ പുലർത്തി ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്ക് തരണം ചെയ്യാൻ, അതിനെ മറികടക്കാൻ, അതിന് പകരമായി ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.